നമസ്കാരം. ഗവൺമെൻറ് IT ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഇന്ന് വീണ്ടും അവതരിപ്പിക്കാൻ പോകുന്ന റെയിൽവേ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ലെസനാണ്. ആദ്യത്തെ ലെസൺ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഗവൺമെൻറ് IT മലമ്പുഴയിൽ സീനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും രണ്ടാമത്തെ ലെസനകത്ത് പറയാൻ പോകുന്നത് റെയിൽ ഗേജുകളും റെയിൽ ജോയിൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഡെഫിനിഷൻസുമാണ് പറയുന്നത്. അതായത് എൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഈ ലെസൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ റെയിൽ ഗേജുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യുവാനും അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്സുകളും അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്പ്ലിറ്റ് ക്രൈറ്റീരിയയും ടൈപ്സ് ഓഫ് റെയിൽ ജോയിൻറ്റ്, ഫിഷ് പ്ലേറ്റ്, ഫിഷ് ബോട്ട്, ബക്ലിംഗ് ആൻഡ് ഹോഗിങ് ഓഫ് റെയിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ കാണുന്ന രണ്ടാമത്തെ ലെസണിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ റെയിൽവേ ഗേജസ് അല്ലെങ്കിൽ റെയിൽ ഗേജസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നോക്കുക, കാണുന്ന ഇമേജിനകത്ത് കാണിക്കുന്നുണ്ട് രണ്ട് റെയിലുകൾ തമ്മിൽ ഒരു ഇന്നർ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്, അല്ലെ, ഡോട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. 5 ഇമേജിനകത്തും അവിടെ ഡോട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കുക, ഇന്നർ ഫേസുകളാണ്, റെയിലിൻ്റെ ഇന്നർ ഫേസാണ്, കാരണം ട്രാക്കിനകത്തുള്ള ഭാഗമാണ് കാണുന്നത്, അല്ലെ. ഇവിടെ ഒരു കാര്യം ഇവിടെ റെയിലിൻ്റെ ടോപ്പ് ഹെഡിലുള്ള ഇന്നർ ഫേസുകൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു വാചകം കൂടി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ വീലിൻ്റെ ഫ്ലാഞ്ച് റെയിലിൻ്റെ ഇന്നർ ഫേസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുക. വീലിൻ്റെ ഫ്ലാഞ്ച് ഇന്നർ ഫേസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ആ ഇന്നർ ഫേസിനെ റണ്ണിങ് ഫേസ് എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാണുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്നർ ഫേസുകൾ തമ്മിലുള്ള അകലം, രണ്ട് റെയിലുകൾ തമ്മിലുള്ള ഇന്നർ ഫേസുകൾ അല്ലെങ്കിൽ റണ്ണിങ് ഫേസുകൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഗേജിനെ ഞാൻ അതിനകത്ത് ഏറ്റവും അടിഭാഗത്ത് ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ഗേജ് എന്ന് പറയുന്ന രണ്ട് റെയിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1.676 മീറ്ററാണ്. സാധാരണ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ ട്രാക്കുകളും ബ്രോഡ് ഗേജിലേക്ക് മാറിയിട്ടുണ്ട്. ആ ബ്രോഡ് ഗേജിനകത്ത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ട്രാഫിക് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാം സ്ഥാനത്തുള്ള വൈഡായിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഇൻറ്റൻസിറ്റിയും വളരെ കൂടുതലാണ്. കൂടുതൽ പേര് കൂടുതൽ പേര് ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാഫിക്കും അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടർ സ്പീഡ് ഓഫ് ട്രെയിനുമാണ്. ട്രെയിനിൻ്റെ സ്പീഡ് സാധാരണ ബ്രോഡ് ഗേജിനകത്തൂടെ പോകുന്ന വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 96 to 120 km/h ആണ്. 96 മുതൽ 120 km/h വേഗതയാണ് പരമാവധി വേഗത. അതേപോലെ തന്നെ ബ്രോഡ് ഗേജിന് മുന്നേ മീറ്റർ ഗേജ് ആയിരുന്നു. ആ മീറ്റർ ഗേജിനകത്ത് അതിനർത്ഥം രണ്ട് റെയിലുകൾ തമ്മിലുള്ള ഇന്നർ ഫേസുകൾ അല്ലെങ്കിൽ റണ്ണിങ് ഫേസുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് 80 km/h ആണ്. അതേപോലെ തന്നെ നാരോ ഗേജ് പറയുമ്പോൾ രണ്ട് റെയിലുകൾ തമ്മിലുള്ള ഇന്നർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.762 മീറ്റർ ആണ്, 76.2 സെന്റിമീറ്റർ ആണ്. സാധാരണ നാരോ ഗേജ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും ഹില്ലി ഏരിയയിലാണ്. അതേപോലെ തന്നെ തൊട്ട് മുകളിൽ ചിത്രത്തിനകത്ത് കാണിച്ചിട്ടുണ്ട് നാരോ ഗേജ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും അതിനെക്കുറിച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ചില ടെക്സ്റ്റിനകത്ത് ചില ഓതേഴ്സ് നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ 0.76 to 0.61 എന്ന് കാണിച്ചിട്ടുണ്ട്. ശരിക്കും അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം: ലൈറ്റ് ഗേജ് അല്ലെങ്കിൽ ഫീഡർ ട്രാക്ക് എന്ന് കാണിക്കാം. ആ ലൈറ്റ് ഗേജ് അല്ലെങ്കിൽ ഫീഡർ ട്രാക്ക് എന്ന് പറയുന്നത് 0.61 മീറ്റർ ആണ്, 61 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്ന് പറയുന്നത് 1.435 മീറ്റർ. സാധാരണ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് ഉപയോഗിക്കുന്ന മെട്രോനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്ന് പറയുന്നത് 1.435 മീറ്റർ ആണ്. മെട്രോനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഡെഫിനിഷൻ പറയുകയാണ്. ഏതാ? ഇന്നർ ഫേസ്, റെയിലുകൾ തമ്മിലുള്ള ഇന്നർ ഫേസുകൾ അല്ലെങ്കിൽ റണ്ണിങ് ഫേസുകൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന. ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസസ് ഓർ റണ്ണിങ് ഫേസ് ഓഫ് ടു റൈൽസ്. ഒരു വാക്ക് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, നിയർ ദ ടോപ്പിലുള്ള രണ്ട് ഇന്നർ ഫേസുകൾ അല്ലെങ്കിൽ റണ്ണിങ് ഫേസുകൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ചോയ്സ് ഓഫ് ഗേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞത് ഏതാ? 1 ട്രാഫിക് ഇൻറ്റൻസിറ്റി, 2 സ്പീഡ് ഓഫ് ട്രെയിൻ, അല്ലെ. ബ്രോഡ് ഗേജ് 96 to 120 km/h വേഗതയിൽ പോകുന്നു. മീറ്റർ ഗേജിലൂടെ പോകുന്ന പരമാവധി സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 km/h ആണ്, അല്ലെ. മീറ്റർ ഗേജിലൂടെ പോകുന്ന പരമാവധി സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 km/h ആണ്. അതേപോലെ തന്നെ നേച്ചർ ഓഫ് ദ കൺട്രി, അല്ലെ. നാരോ ഗേജിന്റെ ആ ഒരു പോയിന്റിനകത്ത് പറഞ്ഞിരുന്നു അഡോപ്റ്റ് ചെയ്യുന്ന ഹില്ലി ഏരിയയിലാണ്. അപ്പോൾ നേച്ചർ ഓഫ് ദ കൺട്രിയും ഏതാ? ഈ ഗേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇനി അതേപോലെ തന്നെ
ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്, ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് 1.676 മീറ്റർ വൈഡാണ്. അതേപോലെ തന്നെ സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് 96 to 120 km/h ആണ്. മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 1 മീറ്റർ വൈഡാണ്. സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 80 km/h ആണ്. നാരോ ഗേജ് എന്ന് പറയുന്നത് 0.762 മീറ്റർ വൈഡാണ്. അഡോപ്റ്റഡ് ഫോർ ഹില്ലി ഏരിയ ആൻഡ് തിൻലി പോപ്പുലേറ്റഡ് ഏരിയ. അതേപോലെ തന്നെ ഫീഡർ ട്രാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഗേജ് എന്ന് പറയുന്നത് 0.61 മീറ്റർ ആണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്ന് പറയുന്നത് 1.435 മീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്ന് പറയുന്നത് 1.435 മീറ്റർ ആണ്. ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ആ കാണുന്ന ഇമേജ് അതും ഒരു ഗേജ് തന്നെയാണ്. പക്ഷേ ഇവിടെ റെയിലുകൾ തമ്മിലുള്ള അകലമല്ല. ഇത് നമുക്കറിയാം, പലതരത്തിലുള്ള യാർഡുകളുണ്ട്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ചേർക്കുന്ന സ്റ്റേഷൻ യാർഡുകൾ, ഗുഡ്സ് യാർഡുകൾ, മാർഷലിംഗ് യാർഡുകൾ. കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. മാർഷലിംഗ് എന്ന് പറയുമ്പോൾ വാഗൺസ് സോർട്ട് ചെയ്യും, റീസോർട്ട് ചെയ്യും, ഡിസ്പാച്ച് ചെയ്യുന്നതാണ് യാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണം, ഈ കാണുന്ന ഗുഡ്സ് യാർഡാണ്. ഗുഡ്സ് യാർഡിൻ്റെ എൻഡിൽ വാഗൺസ് നിറച്ച് കഴിഞ്ഞാൽ ലോഡഡ് വാഗൺസ്, അവിടെ പ്രത്യേകം പറഞ്ഞു, ലോഡ് ചെയ്ത വാഗൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ. ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ വിഡ്ത്തിലും ഹൈറ്റിലും ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഡിംഗ് ഗേജ് കൊടുക്കുന്നത്. ലോഡിംഗ് ഗേജ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ്? ഡിവൈസ് ഫിക്സ്ഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ഗുഡ്സ് യാർഡിൻ്റെ എക്സിറ്റിനകത്ത് ചെക്ക് ദ ഡയമെൻഷൻസ് ഓഫ് ദ വാഗൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും പ്രോപ്പർ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോഡിംഗ് ഗേജ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, സാധാരണ റെയിൽ സർഫസിൽ നിന്ന് ലോഡഡ് ഗുഡ്സ് വാഗണിലേക്കുള്ള ഹൈറ്റ്, റെയിൽ സർഫസ് എന്നാണോ മാക്സിമം ഹൈറ്റ് ഓഫ് ലോഡഡ് ഗുഡ്സ് വാഗൺ ഫ്രം ദ റെയിൽ സർഫസ് എന്ന് പറയുന്നത് 4.72 മീറ്ററും മീറ്റർ ഗേജ് ആണെങ്കിൽ 3.43 മീറ്ററാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് ഓഫ് ലോഡഡ് ഗുഡ്സ് വാഗൺ ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചോളം 4.72 മീറ്ററും മീറ്റർ ഗേജിനെ സംബന്ധിച്ചോളം 3.43 മീറ്ററാണ്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് ലോഡിംഗ് ഗേജ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? ലോഡഡ് വാഗൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അത് പ്രോപ്പർ വിഡ്ത്തിലും ഹൈറ്റിലുമാണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് ലോഡിംഗ് ഗേജ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പറയാൻ പറ്റും, അടുത്തൊരു ഞാൻ വീൽ ഗേജ് ഡിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗേജ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഏതാ? റെയിൽ ഗേജ് എന്ന് പറയുമ്പോൾ റെയിലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള അകലമാണ്. അങ്ങനെയാണെങ്കിൽ വീൽ ഗേജ് എന്ന് പറയുമ്പോൾ വീലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയാം. നോക്കിക്കോളൂ, ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് വീലിൻ്റെ ഫ്ലാഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ആ ഫ്ലാഞ്ചസുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നതാണ് വീൽ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ? വീലുകളെ തമ്മിൽ കണക്ട് ചെയ്ത ആക്സിൽ ഉണ്ട്. ആ ആക്സിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നതാണ്, അതായത് അഡ്ജോയിനിങ് ആക്സിൽ, അടുത്തടുത്തുള്ള ആക്സിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നതാണ് വീൽ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ആ കാണുന്ന ചിത്രത്തിനകത്ത് തന്നെ ഒക്കെ കാണാൻ പറ്റും അല്ലെ? അടുത്തടുത്തുള്ള ആക്സിലുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയും. വീൽ ഗേജ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ആക്സിലുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ബേസ് ഡിസ്റ്റൻസ് പറയാം. ആക്സിലുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ആ ചിത്രത്തിനകത്ത് ആ ആക്സിലെ വ്യക്തമായി കാണിക്കാനാട്ടോ. അതുമാത്രമല്ല, ആ ചിത്രത്തിനകത്ത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഫ്ലാഞ്ച്, അതേപോലെ തന്നെ ആ വീലിൻ്റെ ആ ഫേസ്, അതായത് അടിഭാഗത്തുള്ള ആ ഫേസ് ഉണ്ടല്ലോ, ആ കാണുന്നതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഈ കാണുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, സാധ്യത ഉണ്ടാവാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഇന്ത്യൻ റെയിൽവേ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെ, സ്പീഡിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ റെയിൽവേ ഞാൻ ക്ലാസിഫൈ ചെയ്യണം. അതിനകത്ത് പ്രധാനമായിട്ടും ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് 160 km/h വേഗത വരെ പോകുന്ന ട്രങ്ക് റൂട്ടുകളാണ്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ റൂട്ടുകളാണ്. 160 km/h വേഗത വരെ പോകാൻ കഴിയുന്ന ട്രങ്ക് പ്രധാനപ്പെട്ട റൂട്ടുകളാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടുത്തിയത്. ഇനി ഗ്രൂപ്പ് ബിക്കകത്ത് 130 km/h വരെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ബിക്കകത്ത് 130 km/h വരെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗ്രൂപ്പ് സി ഉപയോഗിക്കുന്ന സബർബൻ റൂട്ടുകളാണ്, സബർബൻ ട്രെയിനുകൾ. നമുക്കറിയാം എവിടെയാ? കൽക്കട്ട, ബോംബെ പോലുള്ള സ്ഥലങ്ങളിലെ സബർബൻ റൂട്ടുകളാണ് ഗ്രൂപ്പ് സിക്കകത്ത് ഉൾപ്പെടുത്തിയത്. ഇനി ഏതാ? ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ് 100 km/h നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിക്കകത്ത് 100 km/h വേഗത വരെ മാത്രമേ ആ കാണുന്ന ട്രാക്കിലൂടെ പോകുന്നുള്ളൂ. ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 100 km/h താഴെയുള്ളതാണ് ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡിനെ ബേസ് ചെയ്ത് ഇന്ത്യൻ റെയിൽവേ ക്ലാസിഫൈ ചെയ്താണ്. ഗ്രൂപ്പ് എ ട്രങ്ക് റൂട്ട്സ്, അതിനകത്ത് 160 km/h വേഗതയിലാണ് വരെ പോവാം. ഗ്രൂപ്പ് ബിക്കകത്ത് 130 km/h വരെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് സബർബൻ റൂട്ട്സ് ആണ്.
ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന 100 km/h വരെ നിജപ്പെടുത്തിയിട്ടുള്ള ട്രാക്കുകളാണ്. ഗ്രൂപ്പ് ഇ എന്ന് പറയുന്ന 100 km/h താഴെ വേഗതയിൽ പോകുന്ന ട്രാക്കുകളാണ് ഗ്രൂപ്പ് ഇക്കകത്ത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി അടുത്ത് ഞാൻ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയുന്നത് റൈറ്റ് ജോയിൻറ്റ്സ്. നമുക്കറിയാം നമ്മുടെ സിലബസിനകത്ത് വ്യക്തമായി കാണുന്നുണ്ട്, പക്ഷെ നമ്മളെ നിമിയുടെ ടെക്സ്റ്റിനകത്ത് അത്ര ഡീറ്റെയിൽ ആയി ഞാനത് കണ്ടില്ല. പക്ഷെ ഞാൻ അത് ഈ കാണുന്ന പോയിന്റ്സിന് ആവശ്യമുണ്ട്. ഈ കാണുന്ന പോയിന്റ്സ് ഉപയോഗിച്ച് എനിക്ക് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യാം. ഹോഗിങ് ഓഫ് റെയിലും കോണിങ് ഓഫ് വീലൊക്കെ ബക്ലിംഗ് ഓഫ് റെയിലൊക്കെ ഡിഫൈൻ ചെയ്യാൻ കുറച്ചുകൂടി എനിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ സപ്പോർട്ടർ റൈറ്റ് ജോയിന്റ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് സപ്പോർട്ടർ റൈറ്റ് ജോയിന്റ്. റൈറ്റ് ജോയിന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? ഈ കാണുന്ന ചിത്രം ഒന്ന് നോക്കി നോക്കുക. ഇവിടെ നോക്കിക്കോളൂ, കറക്റ്റായി കാണുന്നുണ്ട്. അവിടെ റൈറ്റ് ജോയിന്റ്, രണ്ട് റൈലുകൾ തമ്മിലുള്ള അകലം. എവിടെയാണ് റൈറ്റ് ജോയിന്റ് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രോഡ് ഗേജ് ട്രാക്കിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ഫൂട്ടർ ഒരു റൈലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.8 മീറ്റർ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നു അല്ലേ. അപ്പോൾ 12.8 മീറ്റർ കഴിയുന്ന സമയത്ത് വേറൊരു ട്രാക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ജോയിന്റ് വരുന്നുണ്ട് അല്ലേ. രണ്ട് റൈലുകൾ ജോയിൻ ചെയ്യാം 12.8 മീറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നോക്കിക്കോളൂ, ഈ ചിത്രത്തിനകത്ത് വ്യക്തമായി കാണുന്നുണ്ട് ആ റൈറ്റ് ജോയിന്റ് കറക്റ്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലീപ്പറിലാണ് അല്ലേ. ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ അടുത്ത ചിത്രത്തിനകത്ത് കാണിച്ചപ്പോൾ ആ ജോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? കറക്റ്റ് എക്സാക്ട്ലി സ്ലീപ്പറിലാണ് ആ ജോയിന്റ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതാ? റൈലിൻ്റെ എൻഡുകൾ ജോയിൻ ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന ആ ജോയിന്റ് എവിടെയാ? സ്ലീപ്പറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതാണ് സപ്പോർട്ടർ റൈൽ ജോയിന്റിന്റെ പ്രത്യേകത. ബോത്ത് ദ എൻഡ്സ് ഓഫ് അഡ്ജോയിനിങ് റൈൽസ് ആർ സപ്പോർട്ടഡ് ഓൺ എ സിംഗിൾ സ്ലീപ്പർ അല്ലേ. നമുക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ആ രണ്ട് റൈലുകൾക്കിടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിച്ചാൽ പറയാൻ പറ്റും അല്ലേ. നമുക്കറിയാം ഏതാ അത്? ഈ എക്സ്പാൻഷൻ അല്ലേ. നമുക്ക് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഇന്നലെ ഞാനൊരു വാചകം പറഞ്ഞു, ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് റൈലുകളെ എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ്പാൻഷൻ അനുവദിക്കാനാണ് അവിടെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ആ കാണുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 to 3 mm എങ്കിലും ഉണ്ടായിരിക്കും. രണ്ട് റൈലുകൾക്കിടയ്ക്കുള്ള എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 to 3 mm ആയിരിക്കും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ആ ജോയിന്റ് എക്സാക്ട്ലി സപ്പോർട്ട് ഓൺ എ സിംഗിൾ സ്ലീപ്പർ അല്ലേ. അതേ തന്നെയാണ് വീണ്ടും ഞാനൊരു വാക്ക് പറയുന്നത്, സ്ലീപ്പർ ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി ബിലോ ദ ജോയിന്റ് അല്ലേ. പറഞ്ഞെല്ലാം ഒരേ വാചകം തന്നെയാണ്. ഇനി അടുത്ത ജോയിന്റ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് റൈറ്റ് ജോയിന്റ് ആണ് അല്ലെ. ആ ചിത്രത്തിനകത്ത് കുറച്ച് വ്യക്തമായി കാണാൻ പറ്റും. നോക്കിക്കോളൂ, ആ ചിത്രം നോക്കിക്കോളൂ. അവിടെ ആ ജോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സ്ലീപ്പറുകളുടെ ഏകദേശം മിഡ്വേ ആണ്. രണ്ട് സ്ലീപ്പറുകളുടെ ഏകദേശം മിഡ്വേയിലാണ് ആ ജോയിന്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സസ്പെൻഡഡ് റൈറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. സസ്പെൻഡഡ്, അതായത് ജോയിന്റ് സസ്പെൻഡഡ് ആണ് അല്ലെ. ഒന്നുകൂടി ആ ചിത്രത്തിനെ വ്യക്തമായി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ റൈറ്റ് ജോയിന്റ് when placed exactly midway between two consecutive sleepers. തുടർച്ചയായിട്ടുള്ള രണ്ട് സ്ലീപ്പറുകളുടെ മിഡ്വേ ആണ് ജോയിന്റ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് സസ്പെൻഡഡ് റൈറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. സാധാരണ വെൽഡഡ് റൈറ്റ് ജോയിന്റുകളെല്ലാം സസ്പെൻഡഡ് ആയിരിക്കും. നമ്മൾ ആ ജോയിന്റ് വെൽഡ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും സസ്പെൻഡഡ് ആയിരിക്കും. സസ്പെൻഡ് വെൽഡഡ് ജോയിന്റ്സ് ആർ ജനറലി സസ്പെൻഡഡ്. മിക്കവാറും വെൽഡഡ് ജോയിന്റ്സ് എല്ലാം അത് രണ്ട് റൈലിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് സസ്പെൻഡഡ് ആയിട്ടാണ് ജോയിൻ ചെയ്യാറ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏതാ നമുക്കറിയാം, വെൽഡിങ് എന്ന് പറഞ്ഞാൽ അലോയിങ് എക്സ്പാൻഷൻ അനുവദിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ജോയിന്റ് പറയുന്നത് ബ്രിഡ്ജ് ജോയിന്റ് ആണ്. ആ ബ്രിഡ്ജ് ജോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഏതാ നമുക്കറിയാം, ആ ജോയിന്റ് വരുന്ന രണ്ട് സ്ലീപ്പറുകളുടെ എക്സാക്ട് മിഡ്വേ തന്നെയാണ് അല്ലെ. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അടിയിലൊരു ബ്രിഡ്ജ് ഓഫ് മെറ്റൽ, ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ച് ബ്രിഡ്ജ് ചെയ്യാൻ കണക്ട് ചെയ്യാന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ നമുക്ക് കാണുന്നുണ്ട് അവിടെ ആ മെറ്റൽ പ്ലേറ്റ് വെച്ച് രണ്ട് സ്ലീപ്പറുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടായിരിക്കണം. ആ ജോയിന്റിന്റെ ഭാഗത്ത് ആ കാണുന്ന ചിത്രം, ഈ ബെൻഡിങ് സ്ട്രെസ് എന്നുള്ള വാക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഹോഗിങ് ഓഫ് റൈൽ എന്നുള്ള വാക്കുകൂടി പ്രത്യേകം ഇനി ഇതിനകത്ത് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ബെൻഡിങ് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റൽ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ കാണുന്ന ജോയിന്റ് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്കകത്ത് ഉപയോഗിക്കുന്നില്ല. നോട്ട് യൂസ്ഡ് ഓൺ ഇന്ത്യൻ റെയിൽവേ അല്ലെ. അപ്പോൾ സസ്പെൻഡഡ് ജോയിന്റ് പോലെ തന്നെയാണ് ഒരു സഫിഷ്യന്റ് ലെങ്ത് ഉള്ള മെറ്റൽ പ്ലേറ്റ് രണ്ട് സ്ലീപ്പറുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, അഡ്ജോയിനിങ് സ്ലീപ്പറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെ. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ബെൻഡിങ് സ്ട്രെസ് വരാൻ പാടില്ല. ബെൻഡിങ് സ്ട്രെസ് വരുന്നില്ല. ഇത് എവിടെ ഉപയോഗിക്കുന്നില്ല? ഇന്ത്യൻ റെയിൽവേക്കകത്ത്. നോട്ട് യൂസ്ഡ് ഓൺ ഇന്ത്യൻ റെയിൽവേക്കകത്ത് ഉപയോഗിക്കുന്നില്ല. അതാണ് ബ്രിഡ്ജ് ജോയിന്റിന്റെ പ്രത്യേകത. ഇനി പ്രധാനമായും അടുത്ത റൈറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് സ്ക്വയർ ജോയിന്റ് ആണ്. ആ സ്ക്വയർ ജോയിന്റിന്റെ പ്രത്യേകത നോക്കിക്കോ. അവിടെ ജോയിന്റ്
ഇവിടെ കാണിച്ചിട്ട് ചിത്രത്തിനകത്ത് കാണിക്കുന്ന ജോയിന്റ് തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ. ആ ജോയിന്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്, സ്ട്രൈറ്റ് ട്രാക്ക് ആണ്, കാണുന്നത് സ്ട്രൈറ്റ് ട്രാക്ക് ആണ്. അപ്പോൾ നമുക്കൊരു വാചകം ഉപയോഗിക്കാം, സ്ക്വയർ ജോയിന്റ് ഉപയോഗിക്കുന്ന എവിടെയാണ്? സ്ട്രൈറ്റ് ട്രാക്കിനകത്താണ്. സ്ക്വയർ ജോയിന്റ് ഉപയോഗിക്കുന്നത് സ്ട്രൈറ്റ് ട്രാക്കിനകത്താണ്. എന്താ ജോയിന്റ് പ്രത്യേകത? ജോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. ജോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അത് തന്നെയാണ് സ്ക്വയർ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ആ ഡെഫിനിഷനകത്ത് എങ്ങനെയാണ്? ജോയിന്റ് ഇൻ വൺ റെയിൽ ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ജോയിന്റ് ഇൻ പാരലൽ. ഒരു റെയിലിനകത്തുള്ള ഒരു വന്ന ജോയിന്റ് അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സ്ട്രൈറ്റ് ട്രാക്കിനകത്ത് ജോയിന്റ് വരുന്നത്. അതാണ് സ്ക്വയർ ജോയിന്റിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ സ്റ്റാഗേർഡ് ജോയിന്റ് ഉണ്ട്. സ്റ്റാഗേർഡ് ജോയിന്റ് സാധാരണ കൊടുക്കുന്ന ചിത്രത്തിനകത്ത് കണ്ടറിയാം കർവ്ഡ് ട്രാക്കിനകത്താണ്. സ്റ്റാഗേർഡ് ജോയിന്റ് പ്രധാനമായും കൊടുക്കുന്നത് കർവ്ഡ് ട്രാക്കിനകത്താണ്. അവിടെ ജോയിന്റ് ഇൻ വൺ റെയിൽ എന്ന് പറയുന്നത്, അവിടെ നോക്കാം ഓപ്പോസിറ്റ് രണ്ട് ജോയിന്റ് കാണിച്ചിട്ടുണ്ട്, അതിന്റെ എക്സാക്ട് മിഡ്വേയുടെ ഓപ്പോസിറ്റ് ആണ് ജോയിന്റ് ഇൻ വൺ റെയിൽ അല്ലേ. അവിടെ നോക്കുക, രണ്ട് ജോയിന്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിനകത്ത് നിങ്ങൾ കർവിനകത്ത് നോക്കാം, ഇന്നർ ട്രാക്കിനകത്ത് ഇന്നർ റെയിലിനകത്ത് രണ്ട് ജോയിന്റ് കാണിച്ചിട്ടുണ്ട്. ജോയിന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു റെയിൽ ലെങ്ത്തിന്റെ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റുള്ള റെയിലിൽ ജോയിന്റ് വരുന്നത് അല്ലെ. രണ്ട് ജോയിന്റ് അതിൻ്റെ അപ്പോൾ രണ്ട് ജോയിന്റുകൾക്കിടയ്ക്കാണല്ലോ ഒരു റെയിൽ ലെങ്ത്. ആ റെയിൽ ലെങ്ത്തിന്റെ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? മറ്റേ ഔട്ടർ റെയിലിൽ ജോയിന്റ് വരുന്നത്. അതാണ് സ്റ്റാഗേർഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടി വ്യക്തമായി നോക്കുക. പ്രൊവൈഡഡ് ഓൺ കർവിനകത്താണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. എവിടെയാ? ജോയിന്റ് ഇൻ വൺ റെയിൽ ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ സെന്റർ ഓഫ് പാരലൽ റെയിൽ അല്ലെ. പാരലൽ റെയിലിന്റെ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേ റെയിലിനകത്ത് ജോയിന്റ് വരുന്നത്. അതാണ് സ്റ്റാഗേർഡ് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വ്യക്തമായി പറയണേ, രണ്ട് റെയിലുകൾക്ക് അവിടെ ഒരു എക്സ്പാൻഷൻ ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലെ. ഏതാ അതിനുള്ള കാരണം? ഞാൻ പറഞ്ഞു, ഏതാ? ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ അനുവദിക്കണം അല്ലെ. അത് തന്നെയാണ് ഞാൻ ഇനി ഒരു സെന്റൻസ് ആയി പറയാൻ പോകുന്നത്. ബിറ്റ്വീൻ ടു റെയിൽ എ ഗ്യാപ്പ് ഓഫ് 1.5 to 3 mm ഈസ് പ്രൊവൈഡഡ് ഫോർ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് റൈൽ. എപ്പോൾ? ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ അനുവദിക്കണം. അതിനാണ് 1.5 to 3 mm ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇനി പ്രധാനമായിട്ടും നമ്മൾ ആ കഴിഞ്ഞ ചിത്രത്തിനകത്ത് കണ്ടിരുന്നു, റെയിലുകൾ ജോയിന്റുകൾക്കിടയ്ക്ക് ഒരു പ്ലേറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. എങ്ങനെ വെച്ചാൽ, ഒന്ന് ആ റെയിലുകളുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അവിടെ പ്ലേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിഷ് പ്ലേറ്റ് എന്നുള്ള വാർത്ത തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിഷ് പ്ലേറ്റ് എന്നുള്ള വാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഫിഷ് പ്ലേറ്റ് അപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട്, ഫിഷ് പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീൽ എന്നുള്ള വാക്ക് കൊടുക്കുന്നത്. ഫിഷ് പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീലാണ്. അതെവിടെ കൊടുത്തിട്ടുള്ളത്? റെയിലിന്റെ വെബ് സെക്ഷനകത്താണ് കൊടുക്കുന്നത്. ഫിറ്റ് ടു ദ വെബ് ഓഫ് റെയിൽ സെക്ഷൻ അല്ലെ. ഇനി തിരിച്ചിങ്ങനെയും പറയാം, ഏതാ? റെയിലിന്റെ ഹെഡ് സെക്ഷന് താഴെയായിട്ട് അല്ലെ, ഫ്ലാറ്റ് ഫൂട്ടറിന്റെ താഴത്തെ ഫൂട്ടിന് മുകളിലായിട്ട് അല്ലെ. അപ്പൊ അണ്ടർ സൈഡ് ഓഫ് റെയിൽ ഹെഡ് ആൻഡ് ടോപ്പ് ഓഫ് ദ റെയിൽ ഫൂട്ട് എന്നുള്ള വാക്കുകൂടി ഞാൻ ഉപയോഗിക്കുന്നു. മെയ്ഡ് ഓഫ് സ്റ്റീൽ, ഫിഷ് പ്ലേറ്റ് മെയ്ഡ് ഓഫ് സ്റ്റീൽ, ഫിറ്റ് ടു ദ വെബ് ഓഫ് റെയിൽ സെക്ഷൻ. എവിടെയാ? ഒന്ന് പറയുന്നത് ഇങ്ങനെയാ, ഹെഡിന് താഴെയായിട്ട് ഫൂട്ടിന് മുകളിലായിട്ട് വെബ് സെക്ഷനകത്താണ് ഫിഷ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ കാണുന്ന ഫിഷ് പ്ലേറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 45.72 സെന്റിമീറ്റർ ആണ്. 45 ഈ ഫിഷ് പ്ലേറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 45.72 സെന്റിമീറ്റർ ആണ് അല്ലെ. വേണമെങ്കിൽ ഇനി പറയാം, റൈഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഫിഷ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി എന്താ പ്രത്യേകത? ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റെയിലിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് റെയിൽ. റെയിലിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫിഷ് പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഇൻ റെയിൽ ജോയിന്റ്സ്. റെയിൽ ജോയിന്റ്സിനകത്ത് ഉപയോഗിക്കുന്നു ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് റെയിൽ. റെയിലിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ആൻഡ് പ്രൊവൈഡ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഓഫ് റെയിൽ. റെയിലിന്റെ എക്സ്പാൻഷനും അനുവദിക്കണം, കോൺട്രാക്ഷനും അനുവദിക്കണം. ടെമ്പറേച്ചർ വേരിയേഷൻ മൂലമുണ്ടാകുന്ന എക്സ്പാൻഷനും അനുവദിക്കണം, കോൺട്രാക്ഷനും അനുവദിക്കണം. അതാണ് ഫിഷ് പ്ലേറ്റിന്റെ ഫംഗ്ഷൻ. അത് മാത്രമല്ല, റെയിലിന് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ, നമ്മൾ നേരത്തെ പറഞ്ഞു, റെയിൽസ് ആർ മെയ്ഡ് ഓഫ് വെരി ഹൈ കാർബൺ സ്റ്റീൽ. ഫിഷ് പ്ലേറ്റ്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ആണ് അല്ലെ. അപ്പൊ റെയിലിന് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ, കാരണം വെബിലൂടെയാണ് ലോഡ് ഫൂട്ടിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കണം, റെയിലിന് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ ആ കാണുന്ന ഫംഗ്ഷൻ എല്ലാം ആർക്കുണ്ടായിരിക്കും? ഫിഷ് പ്ലേറ്റിന് ഉണ്ടാക്കണം. ഫിഷ് പ്ലേറ്റ് ലോഡ് എടുക്കുന്ന മെമ്പർ ആയിരിക്കണം. ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ മൂവിങ് ട്രെയിനിന്റെ, ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനിന്റെ വെർട്ടിക്കൽ ആൻഡ് ലാറ്ററൽ സ്ട്രെസ് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തേയ്മാനം, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തേയ്മാനം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഫിഷ് പ്ലേറ്റ് ഉപയോഗിക്കുന്നുള്ള ഫിഷ് പ്ലേറ്റിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇവിടെ നോക്കുക, ഈ ഫിഷ് പ്ലേറ്റ് കണക്ട് ചെയ്തിട്ട് അല്ലെ, ഫിഷ് പ്ലേറ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോൾട്ടുകളാണ് ഫിഷ് ബോൾട്ടുകൾ എന്നറിയാം. നമുക്കൊന്നുകൂടി ഫിഷ് പ്ലേറ്റുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് എന്ന് പറയാം. മെയ്ഡ് ഓഫ് സ്റ്റീൽ ആൻഡ് ഫിറ്റ് ടു ദ വെബ് ഓഫ് റൈൽ സെക്ഷൻ. റൈൽ സെക്ഷൻ വെബിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് റൈൽ ഹെഡിന്റെ താഴെയായിട്ട്, അതുപോലെ തന്നെ റൈറ്റ് ഫുട്ടിന് മുകളിലായിട്ട്. അതേപോലെ തന്നെ ഏതാ? റൈൽസ് ആർ കണക്റ്റഡ് അറ്റ് ദെയർ എൻഡ്സ്.
റൈറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ത് ഉപയോഗിച്ചിട്ട്? ഫിഷ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ട്. ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ച ലൈനാണ്, അതേപോലെ ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ലെങ്ത് ഓഫ് ഫിഷ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45.72 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അതുമാത്രമല്ല വിച്ച് ആർ യൂസ്ഡ് ഇൻ റൈൽ ജോയിൻറ്റ്സ്. എന്തിനാ? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് റൈൽ, റൈലിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ഫംഗ്ഷൻ എന്താ? എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുവദിക്കണം. ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുവദിക്കണം. അതേപോലെ തന്നെ ഏതാ? വെർട്ടിക്കൽ ആൻഡ് ലാറ്ററൽ സ്ട്രെസ്സസ്, ബെയർ വെർട്ടിക്കൽ ആൻഡ് ലാറ്ററൽ സ്ട്രെസ്സസ് വിതൗട്ട് ഡിസ്റ്റോർഷൻ ആൻഡ് റെസിസ്റ്റ്, വേർ തേയ്മാനത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അല്ലേ? ഇനി നേരത്തെ നോക്കിക്കോളൂ, ആ ഫിഷ് പ്ലേറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് 4 ബോൾട്ടുകൾ അവിടെ കാണുന്നുണ്ട് അല്ലേ? അതിനെ ഫിഷ് ബോൾട്ട് എന്നാണ് പറയുക. ഫിഷ് ബോൾട്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെയും ചെയ്യുന്നത് ഫിഷ് ബോൾട്ട്സ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീലാണ്. ഫിഷ് ബോൾട്ട്സ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീലാണ്. അതേപോലെ തന്നെ ഈ ഫിഷ് പ്ലേറ്റ് എന്തിനാ, ഫിഷ് ബോൾട്ട് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫിഷ് പ്ലേറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി, ഫിഷ് പ്ലേറ്റ് റൈലിൻ്റെ വെബായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷ് ബോൾട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ സാധാരണ ഇന്ത്യൻ റെയിൽവേക്കകത്ത് ആ 45.72 സെൻറ്റിമീറ്ററിനകത്ത് 4 ഫിഷ് ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ കാണാറുണ്ട് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്. ഇവിടെ ഒരു വാക്കുകൂടി ഞാൻ ഉപയോഗിക്കുന്നത് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്. അത് നമ്മൾ കുറച്ചും ഡീറ്റെയിൽ വീണ്ടും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത്, അതായത് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് അറിയാം. ആ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്ത് വെറും 6 ഫിഷ് ബോൾട്ടുകൾ വരെ ഉപയോഗിക്കുന്നത്. പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് പോകുന്ന ഭാഗത്ത് അവിടെ 6 ഫിഷ് ബോട്ട്, അവിടെ ജോയിന്റ് വരുന്ന സമയത്ത് 6 ഫിഷ് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നത് ഓൺ ഇന്ത്യൻ റെയിൽവേ 4 നമ്പർ ഓഫ് ഫിഷ് ബോട്ട്സ് ആർ യൂസ്ഡ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇനി ഈ പറയുന്ന ചിത്രം അല്ലേ, ഇവിടെ നമുക്ക് മിക്കവാറും ഇതൊരു സ്ട്രൈറ്റ് ട്രാക്കാണ്. ആ സ്ട്രൈറ്റ് ട്രാക്കിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ക്വയർ ജോയിന്റ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ഈ റെയിൽ ജോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 റെയിലുകൾക്കിടയ്ക്ക് 1.5 മുതൽ 3 mm എക്സ്പാൻഷൻ ഗ്യാപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ എക്സ്പാൻഷൻ ഗ്യാപ്പ് അനുവദിച്ചിട്ടില്ല എങ്കിൽ റെയിലിന് അതിൻ്റെ അലൈൻമെന്റിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. ഇതിനെയാണ് ബക്ലിംഗ് ഓഫ് റെയിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബക്ലിംഗ് ഓഫ് റെയിലിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇൻസഫിഷ്യൻ്റ് എക്സ്പാൻഷൻ ഗ്യാപ്പാണ്. പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇൻസഫിഷ്യൻ്റ് എക്സ്പാൻഷൻ ഗ്യാപ്പാണ്. അതുമൂലം എന്താ? റെയില് അതിൻ്റെ അലൈൻമെന്റിൽ നിന്ന് പുറത്തേക്ക് പോവുക, അതിൻ്റെ പൊസിഷനിൽ നിന്ന് പുറത്തേക്ക് പോവുക. അതാണ് ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറയുക. ഇൻസഫിഷ്യൻ്റ് എക്സ്പാൻഷൻ ഗ്യാപ്പ് കാരണം, വേണ്ടത്ര എക്സ്പാൻഷൻ ഗ്യാപ്പ് ഇല്ലാത്തത് കാരണം റെയില് അതിൻ്റെ അലൈൻമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ് ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത് അല്ലേ? അതായത് ഹോട്ട് വെതറിനകത്ത് നമ്മൾ എക്സ്പാൻഷൻ ഓഫ് റെയിലിൻ്റെ എക്സ്പാൻഷൻ അനുവദിക്കുന്നില്ല എങ്കിൽ, പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഇതുപോലെ ബക്ലിംഗ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കണം അല്ലേ? അതേപോലെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഫിഷ് പ്ലേറ്റ് നന്നായിട്ട് എക്സസീവ് ടൈറ്റൻ ചെയ്താലും എക്സ്പാൻഷൻ അനുവദിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ സെൻറ്റൻസ് നിങ്ങൾ ഓർമ്മയുണ്ടോ ഒന്ന് നോക്കി നോക്കുക. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഏതാ? ഫിഷ് പ്ലേറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റെയിൽ അല്ലെ? എക്സ്പാൻഷനും കോൺട്രാക്ഷനും അനുവദിക്കണം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്പാൻഷൻ അനുവദിക്കുന്നില്ല ഏതാ? ഈ ഫിഷ് പ്ലേറ്റ് എക്സ്പാൻഷൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അനുവദിക്കുന്നില്ല. അപ്പോഴും എന്തിന് സാധ്യതയുണ്ട്? ഈ ബക്ലിംഗ് ഓഫ് റെയിലിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫിഷ് പ്ലേറ്റും റെയിലും കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗത്ത് ഇത് വേണ്ട വിധത്തിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കാം? ബക്ലിംഗ് ഓഫ് റെയിലിൻ്റെ കാരണം. അതായത് ഫിഷ് പ്ലേറ്റും റെയിലിൻ്റെ വെബും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കാം? ബക്ലിങ്ങിന് കാരണമാവാം. എക്സ്പാൻഷൻ അനുവദിക്കുന്നില്ല. അതിനാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയുന്നത് ഏതാ? റൈറ്റ്സ് ആർ get out of their original position or its alignment due to insufficient expansion joint gap അല്ലേ? വേണ്ടത്ര ഇൻസഫിഷ്യൻ്റ് എക്സ്പാൻഷൻ ഗ്യാപ്പ് ഇല്ല എങ്കിൽ റൈറ്റ്സ് അതിൻ്റെ അലൈൻമെന്റിൽ നിന്ന് പുറത്തേക്ക് പോവാം. അതിനാണ് ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറയുക. അതായത് ഡ്യൂ ടു ദ പ്രിവെൻഷൻ ഓഫ് എക്സ്പാൻഷൻ ഓഫ് റൈറ്റ്സ് ഇൻ ഹോട്ട് വെതർ. ഏതാ? ഹോട്ട് വെതറിനകത്ത് എക്സ്പാൻഷൻ അനുവദിക്കുന്നില്ല, പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തിനു കാരണമാകുന്നു? ഈ ബക്ലിംഗ് ഓഫ് റെയിലിന് കാരണമാകുന്നു അല്ലേ? എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രൊവൈഡിങ് എക്സ്പാൻഷൻ ജോയിന്റ്, എക്സ്പാൻഷൻ ഗ്യാപ്പ് കൊടുക്കുക. അവോയ്ഡ് എക്സസീവ് ടൈറ്റനിങ് ഓഫ് ദ ജോയിന്റ്, ആ ജോയിന്റ് കൂടിയ അളവിൽ ടൈറ്റ് ചെയ്യുന്നത് അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഏതാ? ഫിഷ് പ്ലേറ്റും റൈറ്റ് സർഫസ് നമ്മൾ വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുക? ലൂബ്രിക്കേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബക്ലിംഗ് ഓഫ് റെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? ഇനി ഞാൻ അടുത്തൊരു വാക്ക് ഉപയോഗിക്കുന്നത് കിങ്സ് ഓഫ് റെയിൽ. ആ കിങ്സ് ഓഫ് റെയിലിനകത്ത് ഞാൻ ചെറിയൊരു ഇമേജ് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഈ കാണുന്നതിന് ചെറിയൊരു ഡെഫിനിഷൻ അതെ. കിങ്സ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ വളരെ നേരിയ അളവിലുള്ള ബക്ലിംഗ് ഓഫ് റെയിലും കിങ്സ് ഓഫ് റെയിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കാണുന്ന അല്ലെങ്കിൽ 2 റെയിലുകൾ, അതിൻ്റെ അഡ്ജോയിനിങ് റെയിലുകൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക, മാറി നിൽക്കുക. ഇത് റെയിൽ പൊട്ടിയ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കിങ്സ് ഓഫ് റെയിൽ എന്ന് പറയുക. അപ്പോൾ റൈറ്റ് ജോയിൻറ്റിൻ്റെ അവിടെ വരുന്ന മിസ്റ്റേക്ക് കേട്ടോ. റൈറ്റ് ജോയിൻറ്റ് അവിടെ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ്. അവിടെ എന്താ? അഡ്ജോയിനിങ് റൈൽസ്
ഏതാ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം, സ്ലൈറ്റ്ലി മൂവ് ഔട്ട് ഓഫ് പൊസിഷൻ. അഡ്ജോയിനിങ് റൈറ്റ്സ് റെയിലുകൾ കൂടിച്ചേരുന്ന ഭാഗത്ത് ചെറുതായിട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക, ഔട്ട് ഓഫ് പൊസിഷൻ പുറത്തേക്കും ചെറുതായിട്ട് എന്ത് ചെയ്യുക, മാറ്റം ഉണ്ടാവുക. അവിടെ പൊട്ടിയ പോലെ കാണുന്നത് ആ റൈലുകൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് മാറി പോവുക. അതിനാണ് കിങ്സ് ഓഫ് റൈൽ എന്ന് പറയുക. അഡ്ജോയിനിങ് റൈറ്റ്സ് സ്ലൈറ്റ്ലി മൂവ് ഔട്ട് ഓഫ് പൊസിഷൻ കേട്ടോ, കിങ്സ് ഓഫ് റൈൽ എന്നുള്ളത്. ഇനി നമുക്കറിയാം അടുത്ത് നമ്മൾ പ്രധാനമായും പറയുന്നത് വെൽഡിങ് ഓഫ് റൈലാണ്. അവിടെ റൈല് വെൽഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അല്ലേ. റൈല് വെൽഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ജോയിൻറ്റ്സ് നമുക്ക് റെഡ്യൂസ്, ഈ വെൽഡിങ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ അനുവദിക്കുന്നത് കൊണ്ട്, വെൽഡ് മെറ്റ് എക്സ്പാൻഷൻ അനുവദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ജോയിൻറ്റ്സ്, റൈൽ ജോയിൻറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാം. അതേപോലെ തന്നെ റൈലുകളുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. ഇനി അഥവാ എവിടെയെങ്കിലും തേയ്മാനമോ അല്ലെ, സാധാരണ ഇപ്പോൾ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്തൊക്കെ മിക്കവാറും കൂടുതൽ തേയ്മാനം അനുഭവപ്പെടാറുണ്ട് അവിടെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് റൈൽ ജോയിന്റുകൾ എടുക്കില്ലേ, ആ റൈൽ ജോയിന്റ് രണ്ട് സൈഡിൽ രണ്ട് എൻഡിലും റൈലിൻ്റെ രണ്ട് എൻഡിലും തേയ്മാനം സംഭവിക്കാം. അവിടെയൊക്കെ ഈ മെറ്റൽ ഫ്യൂസ് ചെയ്യാം, മെറ്റൽ ആഡ് ചെയ്യാം. ഇതാണ് വെൽഡിങ് ഓഫ് റൈലുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏതാ, വെൽഡഡ് റൈൽ ജോയിന്റ്, വെൽഡ് ചെയ്യുന്ന ജോയിന്റുകളെല്ലാം ജനറൽ സാധാരണ എന്തായിരിക്കും, സസ്പെൻഡഡ് ആയിരിക്കും എന്നൊരു വാക്കുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അതേ വാക്കുകളിൽ ഞാൻ വീണ്ടും പറയുന്നു ഏതാ, വെൽഡഡ് ജോയിന്റ്സ് ആർ ജനറലി സസ്പെൻഡഡ്. അതേപോലെ തന്നെ പർപ്പസ് ഓഫ് വെൽഡിങ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ജോയിന്റ്സ് അല്ലെ, ജോയിന്റുകളുടെ എണ്ണം കുറയ്ക്കുക, കാരണം തുടർച്ചയായിട്ടുള്ള ഒരു റൈറ്റ് സെക്ഷനാക്കി മാറ്റാം. റെഡ്യൂസ് ദ നമ്പർ ഓഫ് ജോയിന്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ, ജോയിന്റുകളുടെ എണ്ണം കുറയ്ക്കുന്ന സമയത്ത് എന്ത്, റൈലിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്, ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് റൈൽ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈലുകളുടെ എൻഡിലോ തേയ്മാനം സംഭവിക്കുകയാണെങ്കിൽ അവിടെ മെറ്റൽ ഫ്യൂസ് ചെയ്യാം, മെറ്റൽ ആഡ് ചെയ്യാം അല്ലെ. ടു ബിൽഡ് അപ്പ് ദ ബോൺ ഔട്ട് പാർട്സ് ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് ഫോർ ഇൻക്രീസിംഗ് ദയർ ലൈഫ് അല്ലെ. അതേപോലെ തന്നെ ടു ബിൽഡ് അപ്പ് ദ ബാറ്റേഡ് ഓർ വോൺ ഹെഡ്സ് ഓഫ് റൈലൻസ്, ടു ബിൽഡ് അപ്പ് ദ ബാറ്റേഡ് ഓർ വോൺ ഹെഡ്സ് ഓഫ് റൈലിൻ്റെ തേയ്മാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വെൽഡിങ് ഓഫ് റൈൽ. ഇപ്പോൾ വെൽഡിങ് ഓഫ് റൈൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്, അതുപോലെ തന്നെ ഓക്സി അസറ്റൈലൈൻ ഗ്യാസ് വെൽഡിങ്, അതേപോലെ തന്നെ കെമിക്കൽ ഓർ തെർമൈറ്റ് വെൽഡിങ്, ഫ്ലാഷ് ബട്ട് വെൽഡിങ്. മെത്തേഡ് യൂസ്ഡ് ഫോർ വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്, ഓക്സി അസറ്റൈലൈൻ വെൽഡിങ്, കെമിക്കൽ ഓർ തെർമൈറ്റ് വെൽഡിങ്, ഫ്ലാഷ് ബട്ട് വെൽഡിങ്. ഇത്രയാണ് വെൽഡിങ് ഓഫ് റൈലുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഞാൻ മൊത്തത്തിൽ സമ്മറി പറയുകയാണ്. റെയിൽ ഗേജ് എന്ന് പറയുമ്പോൾ റെയിലുകളുടെ ഇന്നർഫേസുകൾ തമ്മിലുള്ള അകലമാണ്. ആ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ, അതുപോലെ തന്നെ ലൊക്കാലിറ്റി അല്ലെ, ഏത് ഭാഗത്താണ് പ്ലേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാഫിക്, ഇതെല്ലാം റെയിൽ ഗേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ 1.676 മീറ്റർ വൈഡാണ്. സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 96 to 120 km/h ആണ്. വെയിറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, സാധാരണ ബ്രോഡ് ഗേജിനകത്ത് ഉപയോഗിക്കുന്ന ട്രാക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ബ്രോഡ് ഗേജിൻ്റെ ട്രാക്കിനകത്ത് ഉപയോഗിക്കുന്ന റെയിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 44.7 മുതൽ 56.8 kg/m ലെങ്ത് ആണ്. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ വൈഡാണ്. സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് 80 km/h ആണ്. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ 0.762 മീറ്റർ വൈഡാണ്, 26.2 സെൻറ്റിമീറ്റർ ആണ്. അഡോപ്റ്റ് ചെയ്യുന്ന ഹില്ലി ഏരിയയിലാണ്. ലൈറ്റ് ഗേജ് അല്ലെങ്കിൽ ഫീഡർ ട്രാക്ക് എന്ന് പറഞ്ഞാൽ 0.61 മീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്ന് പറഞ്ഞാൽ 1.435 മീറ്റർ ആണ്. ലോഡിംഗ് ഗേജ് എന്ന് പറയുന്നത് എവിടെയാണ്, ഡിവൈസ് ഫിക്സ്ഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ഗുഡ്സ് യാർഡ് അല്ലെ. എന്തിനാണ്, ലോഡഡ് ബാഗിൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോഡ് ചെയ്ത ബാഗിൻ്റെ ഡയമെൻഷൻസ് വിഡ്ത്തും ഹൈറ്റും പ്രോപ്പർ ലിമിറ്റിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഹൈറ്റ് ഓഫ് ലോഡഡ് ഗുഡ്സ് വാഗൺ എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം 4.72 മീറ്ററും മീറ്റർ ഗേജിനെ സംബന്ധിച്ചിടത്തോളം 3.43 മീറ്ററാണ്. വീൽ ഗേജ് ഡിസ്റ്റൻസ്, വീലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുക. വീൽ ബേസ് ഡിസ്റ്റൻസ്, അത് അഡ്ജോയിനിങ് ആക്സിലുകൾ തമ്മിലുള്ള അകലമാണ് വീൽ ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റൈൽ ജോയിന്റുകൾ, രണ്ട് റൈലുകൾക്കിടയിലുള്ള രണ്ട് റെയിലുകൾ ജോയിൻ ചെയ്യുന്ന സമയത്താണ് റെയിൽ ജോയിന്റുകൾ ഫോം ചെയ്യുന്നത് അല്ലെ. ആ രണ്ട് റെയിലുകൾ തമ്മിലുള്ള എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 to 3 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് സപ്പോർട്ടഡ് ജോയിന്റ് ഉണ്ട്. ഈ കാണുന്ന ജോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സ്ലീപ്പറിലാണെങ്കിൽ സപ്പോർട്ടഡ് ജോയിന്റ് എന്ന് പറയുന്നു. സസ്പെൻഡഡ് ജോയിന്റ്, ജോയിന്റ് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സ്ലീപ്പറുകളുടെ മിഡ് വേ ആണെങ്കിൽ സസ്പെൻഡഡ് ജോയിന്റ് എന്ന് പറയുന്നു. വെൽഡഡ് റൈൽ ജോയിന്റ്സുകളെല്ലാം സസ്പെൻഡഡ് ആയിരിക്കും. ബ്രിഡ്ജ് ജോയിന്റ് സസ്പെൻഡഡ് ജോയിന്റ് പോലെ തന്നെയാണ്, പക്ഷേ അടിഭാഗത്ത് ഒരു മെറ്റൽ പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നോട്ട് യൂസ്ഡ് ഓൺ ഇന്ത്യൻ റെയിൽവേ. സ്ക്വയർ ജോയിന്റ് സ്ട്രൈറ്റ് ട്രാക്കിനകത്ത് ഉപയോഗിക്കുന്നു. സ്റ്റാഗേർഡ് റെയിൽ ജോയിന്റ് അല്ലെ കർവ് ട്രാക്കിനകത്ത് ഉപയോഗിക്കുന്നു. എന്താ സ്റ്റാഗേർഡ് റെയിൽ ജോയിന്റ് പ്രത്യേകത, ജോയിന്റ് ഇൻ വൺ റൈൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റുള്ള റൈൽ ലെങ്തിൻ്റെ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ജോയിന്റ് വരുന്നത്. അതേപോലെ തന്നെ ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് സ്റ്റീലാണ്, ഫിറ്റ് ടു ദ വെബ് ഓഫ് റൈൽ സെക്ഷൻ അല്ലെ. ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് റൈൽ
അല്ലേ? ഏതാ ഫിഷ് റൈലിൻ്റെ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടോ ആ കാണുന്ന ഫംഗ്ഷനെല്ലാം ഫിഷ് പ്ലേറ്റിൻ്റെ ഫംഗ്ഷനായി മാറും. ഫിഷ് ബോൾട്ട് അല്ലെ, ഫിഷ് പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 45.72 സെൻറ്റിമീറ്റർ ആണ്. ഫിഷ് ബോൾട്ട് അത് മെയ്ഡ് ഓഫ് വെരി ഹൈ കാർബൺ സ്റ്റീലാണ്. അതിൻ്റെ ഡയ എന്ന് പറയുന്നത് 31.75 mm ഡയാണ്. നമ്പർ ഓഫ് ഫിഷ് ബോൾട്ട് സാധാരണ ഉപയോഗിക്കുന്നത് 4 ബക്ലിംഗ് ഓഫ് റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വേണ്ടത്ര എക്സ്പാൻഷൻ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ റൈഡ്സ് അതിൻ്റെ അലൈൻമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനാണ് ബക്ലിംഗ് ഓഫ് റൈൽ എന്ന് പറയുന്നത്. അഡ്ജോയിനിങ് റൈഡ്സ് സ്ലൈറ്റായിട്ട് വളരെ ചെറിയ അളവിൽ മൂവ് ചെയ്ത് പോകുന്നതിനൊക്കെയാണ് കിങ്സ് ഓഫ് റൈൽ എന്ന് പറയാം. വെൽഡിംഗ് ഓഫ് റൈൽ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാ, ജോയിൻറ്റുകളുടെ എണ്ണം കുറയ്ക്കുക, ലെങ്ത് ഓഫ് റൈലിൻ്റെ റൈലിൻ്റെ ലെങ്ത് കൂട്ടുക, അതുപോലെ തന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനകത്തോ അല്ലെങ്കിൽ റൈലിൻ്റെ എൻഡിലൊക്കെ തേയ്മാനം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, മെറ്റൽ ആഡ് ചെയ്യുക. ഇതൊക്കെയാണ് വെൽഡിംഗ് ഓഫ് റൈലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്ക് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഈ ITയുടെ ഒഫീഷ്യൽ വെബ് ചാനൽ ITയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.